Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics general heat conduction equation in Cartesian coordinates and special forms of heat conduction equation. First one, general heat conduction equation in Cartesian coordinates. General heat conduction equation എന്ന് വെച്ചാൽ എല്ലാ കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇക്വേഷനാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. എല്ലാ കേസിലും എന്ന് വെച്ചാൽ മൾട്ടി ഡയറക്ഷനിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേസിൽ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവാം. അതേപോലെ ട്രാൻസിയൻറ്റ് കേസ്, സ്റ്റഡി സ്റ്റേറ്റ് മാത്രമല്ല ട്രാൻസിയൻറ്റ് കേസ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവില്ല, അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. ട്രാൻസിയൻറ്റ് കേസ് എന്ന് വെച്ചാൽ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിനും വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയല്ല എല്ലാ കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇക്വേഷനാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് ഇവിടെ ആദ്യം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻഷ്യൽ എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സൈഡ്സ് dx, dy ആൻഡ് dz. ഇതാണ് എക്സ് ഡയറക്ഷൻ എടുത്തിരിക്കുന്നത്, ഇതാണ് വൈ ഡയറക്ഷൻ, ഇതാണ് സെഡ് ഡയറക്ഷൻ. ഇതാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിഫറൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എലമെൻറ്റിൻ്റെ എനർജി ബാലൻസ്, ഡിഫറൻഷ്യൽ എലമെൻറ്റിൻ്റെ എനർജി ബാലൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദി എലമെൻറ്റ് dx, dy, dz പെർ യൂണിറ്റ് ടൈം പ്ലസ് internal heat generation per unit time is equal to change in internal energy per unit time. ഈ ഒരു എലമെൻറ്റിലോട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ, 3 ഡയറക്ഷനിലും ഹീറ്റ് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ ഹീറ്റ് ലീവ് ചെയ്യുന്നുണ്ട്. എക്സ് ഡയറക്ഷനിൽ ഹീറ്റ് ലീവ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് വൈ ഡയറക്ഷനിൽ ലീവ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് സെഡ് ഡയറക്ഷനിൽ ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എലമെൻറ്റിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് ഹീറ്റ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, അതേപോലെ സെഡ് ഡയറക്ഷൻ, ഇതിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് ഹീറ്റ് പ്ലസ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ പെർ യൂണിറ്റ് ടൈം. ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു എലമെൻറ്റിൻ്റെ അകത്ത് വല്ല എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ഇതിലൊരു റെസിസ്റ്റൻസ് എലമെൻറ്റ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതാണ് ആ ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കേസസിൽ ചിലപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ഉള്ളിൽ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് പ്ലസ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ, അതെന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് ടൈം. ഈ ഒരു ഡിഫറൻഷ്യൽ എലമെൻറ്റിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് ടൈമിന് ഈക്വൽ ആയിരിക്കും. ഇനി ഓരോ ടേമും അതിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് വൺ, നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദി എലമെൻറ്റ് dx, dy, dz പെർ യൂണിറ്റ് ടൈം. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഇൻ ടു ദി ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ത്രൂ ഫേസ് ABCD. ഇതാണ് കൺസിഡർ ചെയ്യുന്ന എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എലമെൻറ്റിലോട്ട് എക്സ് ഡയറക്ഷനിൽ ഈ ABCD എന്ന് പറഞ്ഞ ഫേസ് വഴിയാണ് ഹീറ്റ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആര് യൂസ് ചെയ്യുക? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്വേഷൻ എങ്ങനെയാണ്? QX, എക്സ് ഡയറക്ഷനിൽ എൻ്റർ ചെയ്യുന്നത്, ഈ എലമെൻറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്, മൈനസ് KX ഇൻറ്റു A ഇൻറ്റു ഡോ T ബൈ ഡോ എക്സ്. KX എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ ദിസ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ. ഇവിടെ KX എഴുതാൻ വേണ്ടി കാരണം ഞാനിവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോസ്റ്റ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനാണ്. ഇത് ആനൈസോട്രോപ്പിക് മെറ്റീരിയലിനാണ് ഇപ്പം ഡിറൈവ് ചെയ്യുന്നത്. ആനൈസോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഓരോ ഡയറക്ഷനിലും പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഇല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും ആനൈസോട്രോപ്പിക് മെറ്റീരിയൽ ആണെങ്കിൽ. അതുകൊണ്ടാണ് KX എഴുതിയിരിക്കുന്നത്. പിന്നെ A എന്ന് വെച്ചാൽ ഏരിയ നോർമൽ ടു ഹീറ്റ് ഫ്ലോ ആണ്. അതേപോലെ ഡോ T ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. ഇവിടെ ഞാൻ ഡോ T ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വേരിയേഷൻ എക്സ് ഡയറക്ഷനിൽ മാത്രമല്ല വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എന്തുണ്ട്? ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. അത്തരം കേസിൽ പർട്ടിക്കുലർ ഡയറക്ഷനിൽ ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഡോ T ബൈ ഡോ എക്സ് എഴുതിയിരിക്കുന്നത് DT ബൈ DXന് പകരം. ഓക്കെ, ടെമ്പറേച്ചർ മൾട്ടി ഡയറക്ഷനിൽ വേരി ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ A എന്ന് വെച്ചാൽ ഏരിയ നോർമൽ ടു ദി ഹീറ്റ് ഫ്ലോ ആണ്. ഇതാണ് ഹീറ്റ് ഫ്ലോൻ്റെ ഡയറക്ഷൻ. അതിന് നോർമലായിട്ട് വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഈ ABCDൻ്റെ ഈ ഒരു ഏരിയ ആണ് വരിക. അതങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ചെയ്താൽ മതി. അതായത് DY, DZ, ഈ ഒരു ഡയമെൻഷൻ DZ ആണ് വരിക.
ക്യു എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അടുത്തത് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഔട്ട് ഓഫ് ദി എലമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ത്രൂ ഫേസ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഇൻഫ്ലോ, ഇനി ഔട്ട് ഫ്ലോ ഏത് ഫേസിലൂടെയാണ്? ഈ ഒരു ഫേസിലൂടെയാണ് ലീവ് ചെയ്ത് പോകുന്നത്. അതേതാണ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. ഈ ഒരു ഫേസിലൂടെയാണ് ലീവ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതായത് ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ്. അതങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ടൈലർ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്യുക, നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. അതാണ് എഴുതിയിരിക്കുന്നത്. ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഇവിടെ ലീവ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു എൻ്റർ ചെയ്യുന്നത് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എക്സ്. ക്യൂ എക്സിൻ്റെ ചേഞ്ച് അലോങ് എക്സ് ഡയറക്ഷൻ ഓവർ ദി ഡിസ്റ്റൻസ് ഡി എക്സ്. അതാണ് ഈ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ, ക്യൂ എക്സിൻ്റെ വാല്യൂ അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്യൂ അറ്റ് എക്സ് പ്ലസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എക്സിൻ്റെ വാല്യൂ അറിയാം. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ഇത് ഇവിടെ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് മൈനസ് കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ഡി വൈ ഡി സെഡ് പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഡോ ബൈ ഡോ എക്സ് എടുക്കുന്ന സമയത്ത് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതാണ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദി എലമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. നമുക്കിപ്പം എൻട്രിങ്ങും കിട്ടി ലീവിങ്ങും കിട്ടി. അന്നേരം നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദി എലമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ എൻറ്ററിങ് ആൻഡ് ലീവിങ് ഹീറ്റ് ഫ്ലോ റേറ്റ്സ്. അതായത് ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. രണ്ടിൻ്റെ എക്സ്പ്രഷൻ അറിയാം. ക്യൂ എക്സ് ഇതാണ് മൈനസ് ഇതാണ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇത് എന്താണ്? ഈ ഒരു ടേമും എന്തായി ക്യാൻസലായി പോവും. പിന്നെ ഈ ഒരു മൈനസും കൂടി എന്താവും? പ്ലസ് ആവും. ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് ഈ മൈനസ് എടുക്കുന്ന സമയത്ത് പ്ലസ് ആവും. എന്താ കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതാണ് നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. ഇക്വേഷൻ സ്മോൾ എ നമ്പർ ആയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം എക്സ് ഡയറക്ഷൻ്റെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യേണ്ട. ഇതിന് സിമിലർ ആയിട്ടാണ് വരിക. ഡയറക്റ്റ് എഴുതിയാൽ മതി. സിമിലർലി നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ എന്ത് കിട്ടും? ഡോ ബൈ ഡോ വൈ ഓഫ് കെ വൈ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ വൈ ഡയറക്ഷൻ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് ഇൻ സെഡ് ഡയറക്ഷൻ എന്ത് കിട്ടും? ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇതിനെ കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. വൈ വരുന്ന സ്ഥാനത്ത് സെഡ് വരും. അതേപോലെ ഡോ ടി ബൈ ഡോ വൈക്ക് വരും ഡോ ടി ബൈ ഡോ സെഡ്. ബാക്കി ടേംസൊക്കെ സിമിലറാണ്. ഇക്വേഷൻ നമ്പർ സി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെൻറ്റ് ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഇപ്പം ഓരോ ഡയറക്ഷനിലും കണ്ടുപിടിച്ചു. ഇനി ആ ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി സെഡിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് ഹീറ്റ് എന്തായിരിക്കും? ഇക്വേഷൻ എ പ്ലസ് ഇക്വേഷൻ ബി പ്ലസ് ഇക്വേഷൻ സി. അതായത് എക്സ് ഡയറക്ഷനിൽ പ്ലസ് വൈ ഡയറക്ഷൻ പ്ലസ് സെഡ് ഡയറക്ഷൻ. ഓക്കെ, എല്ലാം ആഡ് ചെയ്താൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ഡി എക്സ് ഡി വൈ ഡി സെഡ് കോമൺ ആണ്. ബാക്കി ടേംസൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനർജി ബാലൻസിലെ ഫസ്റ്റ് ടേമാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അടുത്തത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ പെർ യൂണിറ്റ് ടൈം. ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ്റെ കേസ് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ വല്ല കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ എലമെൻറ്റ് അതിലൂടെയുണ്ട്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ എന്തുണ്ടാവും? ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. അതൊക്കെയാണ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ കേസിൽ വരുന്നത്. ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ പെർ യൂണിറ്റ് ടൈം ആയിരുന്നു എനർജി ബാലൻസിലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ലെറ്റ് ജി ബി റേറ്റ് ഓഫ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ പെർ യൂണിറ്റ് വോളിയം. ഞാൻ സ്മോൾ ലെറ്റർ ജി വെച്ചിട്ട് റേറ്റ് ഓഫ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ്റെ റേറ്റ് പെർ യൂണിറ്റ് വോളിയമാണ്. അതാണ് ജി. ഓക്കെ, പെർ യൂണിറ്റ് വോളിയത്തിലാണ് ജി. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ റേറ്റ് ഓഫ് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ജി ഇൻറ്റു ഈ വോളിയം ചെയ്താൽ മതി. ജി എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് വോളിയമാണ്. അന്നേരം ജീനെ വോളിയത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു എലമെൻറ്റിൽ ഉണ്ടാവുന്ന ഹീറ്റ് ജനറേഷൻ്റെ റേറ്റ് കിട്ടും. ഓക്കെ, അതായത് റേറ്റ് ഓഫ്
internal heat generation in the differential element dx dy dz is equal to g into ഇതിൻ്റെ വോളിയം കിട്ടാൻ എന്തായത് ഈ 3 സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ dx into dy into dz ചെയ്താൽ എന്തായി ഇതിൻ്റെ വോളിയമായി. ഇക്വേഷൻ നമ്പർ 3 എനർജി ബാലൻസ് ഇക്വേഷൻ്റെ സെക്കൻഡ് ടേമായി ഇത്. അടുത്തത് മൂന്നാമത്തെ ടേമാണ് എനർജി ബാലൻസ് ഇക്വേഷനിലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് ടൈം. ഓക്കെ, let Cp is equal to specific heat of the element, rho is equal to density of the element, m is equal to mass of the element. Cp എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്. ഇത് Cp എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള മീനിങ്ങിലല്ല, ജസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് മാത്രം. അപ്പോൾ നമ്മൾ സോളിഡ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് Cp ആയാലും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയാലും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആയാലും എന്തായാലും സോളിഡ്സിൻ്റെ കേസിൽ രണ്ടും സെയിം ആണ്. അപ്പോൾ Cp എന്ന് പറഞ്ഞ സിമ്പിൾ ജസ്റ്റ് സ്പെസിഫിക് ഹീറ്റിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി എലമെൻറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. ഇക്വേഷൻ അങ്ങനെ ഏതാ, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി. ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചറാണ്, സ്മോൾ ടി എന്ന് വെച്ചാൽ ടൈമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ചേഞ്ച് ഇൻ ടൈം. നമ്മളെ ഇവിടെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. ടെമ്പറേച്ചർ സ്പേസിനനുസരിച്ചും മാറുന്നുണ്ട്, ടൈമിനനുസരിച്ചിട്ടും മാറുന്നുണ്ട്. ഓക്കെ, ഇവിടെ മാസിന് ഡെൻസിറ്റിയുടെയും വോളിയത്തിൻ്റെ ടേംസിൽ എങ്ങനെ ഏതാ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. അങ്ങനെ സമയത്ത് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം ഓഫ് ദി എലമെൻറ്റ് എന്ത് വരും, ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി. റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും, റോ സി പി ഡോ ടി ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇക്വേഷൻ നമ്പർ 4. ജനറൽ എനർജി ബാലൻസ് ഇക്വേഷൻ, ഇതിൻ്റെ ടേംസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തേതായി, സെക്കൻഡായി, തേർഡ് ടേം, എല്ലാ ടേമും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2, 3 and 4 ഇൻ ഇക്വേഷൻ 1. ഫസ്റ്റത്തെ ടേം ഇതാണ് വരുന്നത്, ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് കെ വൈ ഡോ ടി ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ സെഡ് ഡോ ടി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് പ്ലസ് സെക്കൻഡ് ടേമാണിത്, ജി ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു റോ സി പി ഡോ ടി ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് എല്ലാ ടേംസിലും ഉള്ളത്. അത് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് കെ വൈ ഡോ ടി ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ സെഡ് ഡോ ടി ബൈ ഡോ സെഡ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു റോ സി പി ഡോ ടി ബൈ ഡോ ടി. ഇതാണ് മോസ്റ്റ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് എല്ലാ കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മോസ്റ്റ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആൻ ഐസോട്രോപിക് മെറ്റീരിയലിൻ്റെ ഇക്വേഷനാണ് ഈ പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എഴുതിയാൽ പോരാ, കുറച്ചും കൂടി ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇനി ഒരു അസംഷൻ, അസ്യൂമിങ് ദ മെറ്റീരിയൽ ആസ് ഐസോട്രോപിക്. ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ, തെർമൽ കണ്ടക്ടിവിറ്റി കെ എക്സ് ഈസ് ഈക്വൽ ടു കെ വൈ ഈസ് ഈക്വൽ ടു കെ സെഡ് ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് ഈ കെ എക്സിൻ്റെയും കെ വൈയുടെയും കെ സെഡിൻ്റെയും സ്ഥാനത്ത് കെ കൊടുക്കുക. അന്നേരം ഇതിനെ കെ എക്സിന് പകരം കെ എന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ടേം നമുക്ക് കെനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയി, അതേപോലെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആയി, ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സെഡ് ആയി. കെനെ പുറത്തേക്ക് എടുക്കാം. കെനെ പുറത്തേക്ക് എടുത്താൽ കെ ഇൻറ്റു ഡോ സ്ക്വയർ, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ടി ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ. അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ടി ബൈ ഡോ വൈ എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ, ഇവിടെ ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ജി ഈസ് ഈക്വൽ ടു റോ സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി ടി. ഇനി കെനെ കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ എന്താ വരിക, ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ജി ബൈ കെ ഈസ് ഈക്വൽ ടു റോ സി പി ബൈ കെ ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി. ഇക്വേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടേം, ഇവിടെ ഒരു ടേം വരുന്നുണ്ട് റോ സി പി ബൈ കെ. നമുക്കൊരു പുതിയൊരു ടേം ഉണ്ട്, തെർമൽ ഡിഫ്യൂസിവിറ്റി ആൽഫ ഈസ് ഈക്വൽ ടു കെ ബൈ റോ സി പി. കെ ബൈ റോ സി പി എന്ന് പറയുന്നത് എന്താണ്, തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും, ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഇക്വേഷൻ 6 ബിക്കംസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ജി ബൈ കെ ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ.
കെ ബൈ റോ സി പി ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും 1/α ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി. ഇതാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ ഐസോട്രോപിക് മെറ്റീരിയൽ. എക്സാമിന് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എഴുതണം. നമ്മളെ മോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഐസോട്രോപിക് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഈ ഒരു ഇക്വേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തെർമൽ ഡിഫ്യൂസിവിറ്റി ആൽഫ ഇസ് ഈക്വൽ ടു കെ ബൈ റോ സി പി ആണ്. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി മീൻ ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് സി പി ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. റോ ഇൻറ്റു സി പി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം റോ ഇൻറ്റു സി പിനെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അത് ആക്ച്വലി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൗ മച്ച് എനർജി എ മെറ്റീരിയൽ ക്യാൻ സ്റ്റോർ പെർ യൂണിറ്റ് വോളിയം. പെർ യൂണിറ്റ് വോളിയത്തിൽ ഒരു മെറ്റീരിയലിന് എത്ര എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഹീറ്റ് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റോ സി പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റിയുടെ മെഷറാണ്. ഹൈ വാല്യൂ ഓഫ് റോ സി പി എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ എനർജി അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഹീറ്റ് കപ്പാസിറ്റി റോ സി പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റീനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? തെർമൽ ഡിഫ്യൂസിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. കെ എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഹീറ്റ് കണ്ടക്ഷൻ്റെ മെഷറാണ്. ഹൈ വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ മെറ്റീരിയൽ വിൽ ബി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. കെ എന്ന് വെച്ചാൽ ഹീറ്റ് കണ്ടക്ഷൻ്റെ ഒരു മെഷറാണ്. റോ സി പി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് സ്റ്റോറേജിൻ്റെ ഒരു മെഷറാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ഹീറ്റ് സ്റ്റോർഡ്. തെർമൽ diffusivity represent how fast the heat is propagated or diffuses through a material during change of temperature with time. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് വെച്ചാൽ എന്തിൻ്റെ മെഷറാണ്? ഒരു മെറ്റീരിയലിലൂടെ എത്ര ഫാസ്റ്റിലാണ് ഹീറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിൻ്റെ മെഷറാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. എപ്പോഴും ടൈമിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. മീൻസ് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ്റെ കേസിലാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ട്രാൻസിയൻറ്റ് എന്ന് വെച്ചാൽ ടൈം ചേഞ്ച് ചെയ്യുമ്പം ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ആ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു. ആ സമയത്ത് എത്ര ഫാസ്റ്റിലാണ് ഒരു മെറ്റീരിയലിലൂടെ ഹീറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ മെഷറാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. ഈ ഇക്വേഷൻ പ്രകാരം ഹൈ വാല്യൂ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി നമുക്ക് എപ്പോഴാണ് കിട്ടുക? കെൻ്റെ വാല്യൂ വളരെ ഹൈ, അതേപോലെ റോ സി പി ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണെങ്കിൽ, ഇത് വളരെ ഹൈ വാല്യൂ ഇത് വളരെ ലോ വാല്യൂ ആണെങ്കിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്തായിരിക്കും? ഹൈ വാല്യൂ ആയിരിക്കും. അത്തരം കേസിൽ ഒരു മെറ്റീരിയലിലൂടെ ഹീറ്റ് വളരെ ഫാസ്റ്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. Larger the thermal diffusivity, shorter is the time required for the applied heat to penetrate deeper into the solid. ഹൈ വാല്യൂ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് പെനിട്രേറ്റ് ചെയ്ത് പോകും. അടുത്ത ടോപ്പിക് സ്പെഷ്യൽ ഫോംസ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. എക്സാമിന് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യും? അതിനെ ഡിഫറെൻറ്റ് കേസിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കലുണ്ട്. ഓക്കെ, അതാണ് സ്പെഷ്യൽ ഫോംസ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനിൽ പറയുന്നത്. ഇവിടെ ഞാൻ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഐസോട്രോപിക് മെറ്റീരിയലിനുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അറ്റ് എനി പോയിൻ്റ് ഇൻ ദ മെറ്റീരിയൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ടെമ്പറേച്ചറിനൊന്നും ഉണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ടൈം ഞാൻ 10 AM ആണ്, ഇവിടെ ടൈം 11 AM ആണ്. സെയിം സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വാളിലെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡും ഇവിടെ 7 ഡിഗ്രി സെൻറ്റിഗ്രേഡും. ടൈം എത്രയാണ്? 10 AM ആണ്. ഇനി 11 AM ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ സെയിം ടെമ്പറേച്ചർ 15 തന്നെ ഉണ്ട്, ഇവിടെ സെയിം 7 തന്നെ ഉണ്ട്. ടൈം ചേഞ്ച് ചെയ്ത്, പക്ഷേ എന്താണ്? ടെമ്പറേച്ചറിന് വേരിയേഷൻ ഇല്ല. ഇതെന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇനി ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ അല്ലെങ്കിൽ അൺസ്റ്റഡി ഹീറ്റ് കണ്ടക്ഷൻ കേസ് എന്തായിരിക്കും? ഇവിടെ 10 AM ഇതാണ് ടെമ്പറേച്ചർ. ഇനി 11 AM ആവുന്ന സമയത്ത് ഇവിടെ ഒരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡും ഇവിടെ ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡും ആയിട്ടുണ്ടെങ്കിൽ എന്തായി? അത് ട്രാൻസിയൻറ്റ് അൺസ്റ്റഡി കേസായി. കാരണം ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന് വേരിയേഷൻ വന്നു. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തുണ്ടാവില്ല? ടൈമിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവില്ല. ആര് 0 ആയി? ഡോട്ട് ടി ബൈ ഡോട്ട് ടി എന്ന് പറഞ്ഞ ടേം 0 ആയി. അങ്ങനെ ആവുന്ന സമയത്ത് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ അങ്ങനെ മാറും. ഈ ഒരു ടേം 0 ആയി. ബാക്കിയെല്ലാം ഉണ്ട്. ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ജി ബൈ കെ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഈ ഒരു ടേമിന് പകരം ഡെൽ സ്ക്വയർ ടി പ്ലസ് ജി ബൈ കെ ഈസ് ഈക്വൽ ടു
0. ഇത് മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഡെൽ സ്ക്വയർ ടി എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ, അല്ലെങ്കിൽ എന്താ പറയുക, ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ ഓഫ് ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ പോയ്സോൺ ഇക്വേഷൻ എന്ന് പറയും. സ്റ്റഡി സ്റ്റേറ്റിലെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് പോയ്സോൺ ഇക്വേഷൻ എന്ന് പറയും. അടുത്തത് നോ ഹീറ്റ് സോഴ്സ് അല്ലെങ്കിൽ നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ. ആ ഒരു കേസിലോട്ട് ഇക്വേഷൻ എങ്ങനെ മാറും? ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ഇല്ലെങ്കിൽ ജീൻ്റെ വാല്യൂ എന്തായി? 0 ആയി. ജീൻ്റെ വാല്യൂ 0 വന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെ മാറും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടേം ഉണ്ടാവും 1/α ഡോ ടി ബൈ ഡോ ടി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ ഈ ഒരു ഇക്വേഷന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്ത് പറയും? ഫോറിയർ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് നോ ഹീറ്റ് ജനറേഷൻ. സ്റ്റഡി സ്റ്റേറ്റുമാണ്, ഹീറ്റ് ജനറേഷനും ഇല്ല. സ്റ്റഡി സ്റ്റേറ്റിൽ എന്തായി? ഡോ ടി ബൈ ഡോ ടി 0 ആയി, ഹീറ്റ് ജനറേഷൻ ഇല്ലെങ്കിൽ ജി 0 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഈ ഒരു ഇക്വേഷന് എന്താ പറയുന്നത്? ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും. ഈ ഒരു ഇക്വേഷനാണ് ലാപ്ലേസ് ഇക്വേഷൻ. അടുത്തത് 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് നോ ഹീറ്റ് ജനറേഷൻ. 1 ഡയമെൻഷണലായി, ഇത്രയും നേരം പറഞ്ഞത് 3 ഡയമെൻഷണലായിരുന്നു. 1 ഡയമെൻഷണലായി, ഇനി സ്റ്റഡി സ്റ്റേറ്റുമാണ്, നോ ഹീറ്റ് ജനറേഷനുമാണ്. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ ഈ ഒരു ടേം പോയി, ഹീറ്റ് ജനറേഷൻ ആകുമ്പം ജി 0 ആയി. ഇനി 1 ഡയമെൻഷണൽ ആകുന്ന സമയത്ത് ടെമ്പറേച്ചർ വേരിയേഷന്, ഇപ്പം 1 ഡയമെൻഷനിൽ ഞാൻ എക്സ് ഡയറക്ഷനാണ് എടുക്കുന്നത്. 1 ഡയമെൻഷണൽ ആകുന്ന സമയത്ത് ടെമ്പറേച്ചർ വേരീസ് ഓൺലി എലോങ് എക്സ് ഡയറക്ഷൻ. അന്നേരം എന്തായി? വൈ ഡയറക്ഷനിലെ ടെമ്പറേച്ചർ വേരിയേഷനും വേണ്ട, സെഡ് ഡയറക്ഷനിലെ ടെമ്പറേച്ചർ വേരിയേഷനും വേണ്ട. എന്ത് വരും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. പിന്നെ അത് ടെമ്പറേച്ചർ വേരിയേഷൻ 1 ഡയമെൻഷനിൽ മാത്രമായതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവിനെ മാറ്റിയിട്ട് എന്താക്കുക? കംപ്ലീറ്റ് ഡെറിവേറ്റീവായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അടുത്തത് 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് ഹീറ്റ് ജനറേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് ആണ്, 1 ഡയമെൻഷനാണ്, പക്ഷേ എന്തുണ്ട്? ഹീറ്റ് ജനറേഷൻ ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പം ഈ ഒരു ടേം 0 ആയി, ഡോ ടി ബൈ ഡോ ടി 0 ആയി. അതേപോലെ ഹീറ്റ് ജനറേഷൻ ഉള്ളതുകൊണ്ട് ജീൻ്റെ വാല്യൂ 0 ആവില്ല, അതെന്തുണ്ടാവും? ജീനൊരു വാല്യൂ ഉണ്ടാവും. 1 ഡയമെൻഷണൽ ആയതുകൊണ്ട് വൈ ആൻഡ് സെഡ് ഡയറക്ഷനിലെ ടെമ്പറേച്ചർ വേരിയേഷൻ നെഗ്ലക്റ്റ് ചെയ്യുക. എന്താ വരുന്നത്? ഇക്വേഷൻ അങ്ങനെ വരും. ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ജി ബൈ കെ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് ഹീറ്റ് ജനറേഷൻ. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്.